അങ്കമാലി മാങ്ങാക്കറി നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് അധികം പരിചയമില്ലാത്തൊരു കറിയാണ് കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മീൻകറിയുടെ പോലും ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണെന്നുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ വിനീഗറും കൂടി ചേർത്തൊന്ന് വിരകി വെക്കുക. പിന്നെ ഒരു സവോള, കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഞെരടി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ ഞെരടി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2ാം തേങ്ങാപ്പാലാണ് ആദ്യം നമുക്ക് എടുക്കേണ്ടത്. 2ാം തേങ്ങാപ്പാൽ എടുത്ത് അതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് നല്ലപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1ാം പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി കഴിഞ്ഞു. ഇതുപോലൊരു ടേസ്റ്റുള്ള ഒരു കറി ഞാൻ ഇതുവരെ